Hello, welcome back to Eazi Lessons. In this video, we will be discussing about functions in C language. Functions എന്ന് പറയുമ്പോൾ ഫങ്ഷൻസിനെ നമുക്ക് സബ് പ്രോഗ്രാംസ് പറയാം. മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസിനെ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്താണ് മൊഡ്യൂൾസ്? When the program length or the complexity of the program increases, we can depend on functions. പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടുന്തോറും നമുക്ക് എറർ കറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും അത് മാനേജ് ചെയ്യാൻ കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്ത് നോക്കാൻ വേരിയബിൾ ഡിക്ലറേഷൻസ് ചെക്ക് ചെയ്യാൻ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. So in order to make the error correction easier, in order to increase the reusability of the code, in order to reduce the complexity of the program, we can reduce the program or we can break the program into small subprograms. And these subprograms are otherwise known as functions or modules. അതായത് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് അഡീഷൻ എടുത്താൽ അവിടെ നമുക്ക് മെട്രിക്സ് റീഡ് ചെയ്യണം, 2 മെട്രിക്സ് റീഡ് ചെയ്യണം. അപ്പോൾ ഒരു മെട്രിക്സ് റീഡ് ചെയ്യാനുള്ള ആ സ്റ്റെപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡ് മെട്രിക്സ് റീഡ് ചെയ്യാനും യൂസ് ചെയ്യണം. ഒരു മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ സെയിം കോഡ് തന്നെ രണ്ടാമത്തെ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യാനും അഡീഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടൻറ്റ് മെട്രിക്സ് പ്രിൻ്റ് ചെയ്യാനും യൂസ് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡുകൾ എഴുതിയിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കൂടാറുണ്ട്. സെയിം തിങ് തന്നെയായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കൂടുന്നതായിട്ട് തോന്നാം. അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കൂടാം നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചർ അനുസരിച്ച്. In any of the above conditions, we can split the program into subprograms. Subprograms are really small independent programs which can be written and at last which can be binded together to a സിംഗിൾ പ്രോഗ്രാം. നമ്മൾ ചെറിയ ചെറിയ കുറേ സബ് പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ട് അതിനെ നമ്മൾ മെയിൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് പോലെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാർഡിലോ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ നോർമലി ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് വരുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ആ ഒരു ഫങ്ഷനെ പല പല ഗ്രൂപ്പിന് അസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷനോ ഓണം സെലിബ്രേഷനോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ റിസപ്ഷൻ കമ്മിറ്റി, കൾച്ചറൽ ആക്ടിവിറ്റീസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്മിറ്റീസ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ. എന്നിട്ട് ഇവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അപ്പം അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഫങ്ഷൻ, ഒരു മെയിൻ ആളും ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ സി പ്രോഗ്രാമിങ്ങിലും നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഗ്രാമിനെ കുറേ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിയൂസബിലിറ്റിയാണ്. റിയൂസബിലിറ്റി ഇൻ ദ സെൻസ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടൈപ്പ് കോഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും അതിനെടുത്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഫങ്ഷൻസ് തരുന്നത്. സോ ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ ഫങ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഇൻക്രീസസ് ദ റിയൂസബിലിറ്റി ഓഫ് ദ കോഡ്. ആൻഡ് ഓൾസോ ആസ് ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് മൊഡ്യൂൾസ്, ഇറ്റ് മേക്സ് ദ ഡീബഗിങ് മോർ ഈസിയർ. റെപ്പിറ്റീഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിൻ്റെ ലെങ്ത്തും കോംപ്ലക്സിറ്റിയും കുറയും. സോ ഇറ്റ് റെഡ്യൂസസ് പ്രോഗ്രാം ലെങ്ത് ആൻഡ് കോംപ്ലക്സിറ്റി. ഇങ്ങനെ വൃത്തിയായിട്ട് കുറേ സബ് പ്രോഗ്രാംസ് ആയിട്ട് തിരിച്ച് എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി വളരെയധികം കൂടും. നമുക്ക് ആ മെയിൻ ഫങ്ഷൻ കാണുമ്പോൾ തന്നെ മെയിനാണ് എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ആ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാവും. And in C program or C language, functions can be divided into 2 types: built-in functions and user-defined functions. Built-in functions in the sense the functions which are available already in the system library
or in the header files. നമുക്കറിയാം C has a powerful system library which is otherwise known as header files which have .h extension. അപ്പോൾ കുറേ അധികം ലൈബ്രറി ഫയൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ stdio.h, math.h, string.h, stdlib.h. ഈ ലൈബ്രറീസിലൊക്കെ തന്നെ കുറേ അധികം ഫങ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളതിനെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പവർ ഫങ്ഷൻ, POW, CLR ഫങ്ഷൻ, SQRT ഫങ്ഷൻ, അങ്ങനെ കുറേ ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓൾറെഡി C ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യം വരും എന്ന് തോന്നിയ കാര്യങ്ങളെ ഫങ്ഷൻസ് ആക്കി മാറ്റി നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളതാണ്. Apart from the built-in functions, in certain situations we feel that we have to design our own functions. In some project works or something like that, we have to use the same code again and again. So ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളുടേതായ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യണം തോന്നും, അപ്പാർട്ട് ഫ്രം ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുക. ഫങ്ഷൻസ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ ദ പ്രോഗ്രാമർ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ റിക്വയർമെൻറ്റ്സ്. പ്രോഗ്രാമർ തന്നെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ നമുക്ക് പ്രോഗ്രാമറിന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The main elements of a user-defined function is function declaration or function prototype, function calling, function definition or function body. Function declaration അല്ലെങ്കിൽ function prototype means നമ്മൾ ഏതൊരു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഈച്ച് ആൻഡ് എവറി ഫങ്ഷൻസ് ഷുഡ് ബി ഡിക്ലെയർഡ്. വേരിയബിൾസ് നമുക്കറിയാം, either we can declare the variables inside the main function or outside the main function. In the similar way, functions can also be declared inside the main function or outside the main function. And second one is, അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പറയും. ഫങ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ SQRT ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും x = SQRT of n. So the process of invoking a function or process of calling a function whenever or wherever required is known as function calling. And the third part is writing the function body or function definition, defining the function. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ കേസ് ആണെങ്കിൽ വെനെവർ വി കോൾ എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, അവിടെ ഓൾറെഡി ഒരു സിസ്റ്റം ലൈബ്രറി ഫയൽ ഉണ്ട്, അവിടെ ഫംഗ്ഷൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അങ്ങോട്ടാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് സ്ക്വയർ റൂട്ട് കണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയാണ്. ഇൻ ദ സെയിം വേ ഇൻ ദ കേസ് ഓഫ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമ്മളാണ് ഫംഗ്ഷൻ്റെ ബോഡി ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടത്. അതായത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, എന്തൊക്കെ കാൽക്കുലേഷൻസാണ് അവിടെ നടക്കേണ്ടത്, എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് പ്രോഗ്രാമറാണ്. സോ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ ഓർ ഡിഫൈനിങ് ദ ഫംഗ്ഷൻ ഇസ് നോൺ ആസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. അതിലാദ്യം നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗ്ഷൻ ക്യാൻ ബി ഡിക്ലെയർഡ് ഐദർ ഔട്ട്സൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഓർ ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ. If a function is declared inside the main function, it is called as local function, and if it is declared outside the main function, it will be called as a global function. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്നിട്ട് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ദ ഫംഗ്ഷൻ വിച്ച് ഈസ് ആക്സസിബിൾ ഓൺലി ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ. അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, മെയിൻ ഒരു ഫംഗ്ഷനാണ്, മെയിൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നിന്നിട്ട് മാത്രമേ നമുക്ക് ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ കോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. In certain situations there will be so many functions inside the program. 10-12 functions വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. And we have to call the function, a particular function, from different functions. ചിലപ്പോൾ നമുക്ക് മെയിനിൽ നിന്ന് മാത്രമായിരിക്കില്ല ഈ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടി വരിക, പല ഫങ്ഷൻസിൽ നിന്നും കോൾ ചെയ്യേണ്ടി വരാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഏത് ഫങ്ഷൻസിന്, അതായത് മെയിൻ ഫങ്ഷനായാലും വേറെ യൂസർ ഡിഫൈൻ ഫങ്ഷൻസിനായാലും ഒരുപോലെ ആക്സസ് ചെയ്യണം എന്ന് തോന്നുന്ന ഫങ്ഷൻസിനെ നമ്മൾ മെയിനിൻ്റെ പുറമെയാണ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദ സിൻടാക്സ് ഓഫ് ഫങ്ഷൻ ഡിക്ലറേഷൻ ഈസ് റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം ആൻഡ് ആർഗ്യുമെൻറ്റ് ടൈപ്പ്. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ സർട്ടൺ ഡ്യൂട്ടി ടു പെർഫോം. നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു നമ്പറിൻ്റെ റിവേഴ്സ് കാണാനുള്ള ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പറിൻ്റെ റിവേഴ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. സോ കിട്ടുന്ന റിസൾട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദ അൾട്ടിമേറ്റ് റിസൾട്ട് വിൽ ബി എ ക്യാരക്ടർ. Sometimes we may be writing a function to calculate the area of a circle. In that case, we will be obtaining a result in float. അപ്പോൾ എന്താണോ നമ്മുടെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി പ്ലേസ്ഡ് ആസ് എ റിട്ടേൺ ടൈപ്പ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏരിയ, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ 2 ഇൻറ്റിജറാണ് നമ്മൾ ലെങ്ത് ബ്രെഡ്ത്ത് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻറ്റിജർ ആയിരിക്കും. And after that we have to specify a function name. Function name is nothing but a user defined name. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. വേരിയബിളിന് പേര് കൊടുക്കുന്ന പോലെ നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. So here I have given the name as area. And then we have to specify the argument type. The arguments means the data which are given by the user for the calculation of റിസൾട്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ SQRT യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു നമ്പറാണ് കൊടുക്കുന്നത്. ആ നമ്പർ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടുന്നു. ഇൻ ദ സെയിം വേ ഓരോ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു ബേസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്രേഡ്, കുട്ടിയുടെ ഗ്രേഡാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ദ മാർക്സ്. സപ്പോസ് ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ദ റിവേഴ്സ് ഓഫ് എ നമ്പർ വി ഹാവ് ടു പ്രൊവൈഡ് ദ നമ്പർ. സർക്കിളിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ പൈയുടെ വാല്യൂം റേഡിയസും കൊടുക്കണം. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുക്കണം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ കൊടുക്കുന്ന ഡാറ്റ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എത്ര എണ്ണം ഉണ്ടെന്നും അതിൻ്റെ ഡാറ്റ ടൈപ്പുമാണ് നമ്മൾ പിന്നെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഡിക്ലെയർ ദ ഫംഗ്ഷൻ ആസ് ഇൻറ്റ് ഏരിയ ഇൻറ്റ് കോമ ഇൻറ്റ്, ബിക്കോസ് വി വിൽ ബി പ്രൊവൈഡിങ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഗെറ്റിംഗ് എ റിസൾട്ട് ആസ് ഏരിയ. അതും ഇൻറ്റിജർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക. ഈ ഫംഗ്ഷനെ നമുക്ക് അകത്തോ പുറത്തോ മെയിൻ ഫംഗ്ഷൻ്റെ എഴുതാവുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് 1-2 ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റിവേഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത്? ഇൻറ്റ് റിവേഴ്സ് ഇൻറ്റ്. ഒരു നമ്പർ കൊടുക്കുന്നു, റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്രേഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി റൈറ്റിംഗ് ക്യാരക്ടർ കമ്പ്യൂട്ട് എന്നാണ് ഞാൻ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തതെന്ന് വിചാരിച്ചു. ക്യാരക്ടർ കമ്പ്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ 6 മാർക്സ് ആയിരിക്കും, അല്ലെങ്കിൽ 3 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ 3 ഇൻറ്റിജർ ഇവിടെ കൊടുത്തു. സോ whenever I give 3 integers I will be getting the character grade. ഇങ്ങനെ നമുക്ക് പല ഫങ്ഷൻസിനെയും ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ നമുക്ക് പറയാം പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻറ്റ് പ്രൈം ഇൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്നു, അതൊരു പ്രൈം നമ്പർ ആണോ ഇല്ലയോ എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് ഒരു ഇൻറ്റിജറായിട്ട് ഒരു ഫ്ലാഗ് വാല്യൂ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഫങ്ഷൻസും ഉണ്ട്, അത് നമ്മൾ പിന്നീട് കാണും, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. And next is about function calling and writing function definition. So function calling, we know that നമുക്ക് എപ്പോൾ റീയൂസബിലിറ്റി ആണ് ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോൾ ഒരു പ്രോഗ്രാമിന് ആവശ്യം വരുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോളിങ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവോക്കിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വാല്യൂ AR എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് കിട്ടണം. ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ കോൾ ചെയ്യാണ് AR = ഏരിയ ഓഫ് L, B. അങ്ങനെ ഫംഗ്ഷനെ വിളിക്കുന്നതിനെയാണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുക, ഫംഗ്ഷനെ ആക്റ്റീവ് ആക്കുന്നതിന്. ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ ഒരു ബോഡി, അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻസ്, എത്ര ഫംഗ്ഷൻസ് പ്രോഗ്രാമിലുണ്ടോ അത്രയും ഡെഫിനിഷൻസ് നമുക്ക് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിക്ലെയർ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം എഴുതാനായിട്ട്. ഇപ്പോൾ റിട്ടേൺ വാല്യൂ പറഞ്ഞു, ഫംഗ്ഷൻ്റെ നെയിം പറഞ്ഞു. ഇവിടെ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റ്. ഇവിടെ നമ്മൾ എന്ത് പറയണം, ആ 2 ഇൻറ്റിജറിന് ഒരു വേരിയബിൾ നെയിം കൂടി സ്പെസിഫൈ ചെയ്യണം, ഇൻറ്റ് X, ഇൻറ്റ് Y. അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം. എന്നിട്ട് കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡീഷണൽ വേരിയബിൾസ് വേണം എങ്കിൽ അത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നു. വാല്യൂ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിനെ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇതിനെ ഇങ്ങനെ ഫംഗ്ഷൻ്റെ ബോഡി എഴുതുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും, എങ്ങനെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ കോൾ ചെയ്യാം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ആൻഡ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഓൾ ദ ഹെഡർ ഫയൽസ് ആൻഡ് ഇൻ ദ മെയിൻ ഫംഗ്ഷൻ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് എ ലോക്കൽ ഡിക്ലറേഷൻ int sum int. So sum is a function which takes 3 arguments, 3 integer arguments, and finally we will be getting an integer result. ഇതാണ് ഈ ഡിക്ലറേഷൻ്റെ അർത്ഥം. ഈ ഒരു ഡിക്ലറേഷൻ മെയിൻ്റെ പുറമേ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് വിളിച്ചേനെ. ഇനി നമ്മളിവിടെ ആസ് യൂഷ്വൽ പ്രോഗ്രാമിൽ ചെയ്യുന്ന പോലെ ഫംഗ്ഷൻ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തു, യൂസറിൻ്റെ കയ്യിൽ നിന്ന് 3 നമ്പേഴ്സ് റീഡ് ചെയ്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിംഗ് n1, n2, n3 ആർ കോൾഡ് ആസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് എവിടെ നിന്നാണോ നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുന്നത് അവിടെ നിന്ന് യൂസർ പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ വെനെവർ ദ ഫംഗ്ഷൻ കോൾ ഈസ് എൻകൗണ്ടേർഡ്, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എന്തുണ്ടാവും, ഇവിടെ നിന്ന് അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് വെച്ചിട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന 3 ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ 3 ഡമ്മി ആർഗ്യുമെൻറ്റ്സിലേക്ക് കോപ്പി ചെയ്ത് വയ്ക്കും. So the variables which are declared inside the function definition to hold the actual arguments are known as dummy arguments or formal arguments. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വാല്യൂസിനെ എടുത്തു വയ്ക്കാൻ ഇവിടെ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ അതേ പേരാവണം എന്നില്ല ഈ വേരിയബിൾസിന്. നമുക്ക് എൻ്റെ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് ഇവിടെ, അതിനെ കോപ്പി ചെയ്ത് വയ്ക്കണമെന്ന് മാത്രം.
സെയിം വേരിയബിൾ നെയിം യൂസ് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിളും ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിളും സെയിം നെയിം ആണെങ്കിൽ തന്നെയും ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, എൻ്റയർലി ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ഒരേ പേരുള്ള മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ഉണ്ടാകുന്ന പോലെ നമ്മൾ ഒരേ പേര് യൂസ് ചെയ്താലും അത് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ N1 N2 N3 എന്ന് കൊടുത്താലും പ്രോബ്ലംസ് ഇല്ല. പക്ഷേ ഈ N1 ഉം N2 ഉം N3 അല്ല ഈ N1 ഉം N2 N3 എന്നുള്ളത് മനസ്സിലാക്കണം. മെയിനിന് വേണ്ടി ഒരു സ്പെഷ്യൽ മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഫംഗ്ഷന് വേണ്ടി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ഏരിയ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും അഡ്രസ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കാൽക്കുലേഷൻ നടക്കുകയാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേരിയബിൾസ് വേണമെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ ഡിക്ലറേഷൻ ഷുഡ് ബി ഗിവൺ ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ. ഞാൻ ഈ ടീനെ മെയിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷന് ടീനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതൊരു ലോക്കൽ വേരിയബിളാണ്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ഡിക്ലെയർ ചെയ്യണേ അതിന് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ in order to access t we have to declare t inside the function. സം കാൽക്കുലേറ്റ് ചെയ്തു, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫംഗ്ഷനെ തിരിച്ചു കൊണ്ടുപോയി. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി റിട്ടേൺസ് ടു ദ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റിസൾട്ട് വാല്യൂ വിൽ ബി കോപ്പീഡ് ഓൺ ടു s and we can print the value result as s. സം കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താ, ടി ഈസ് നോട്ട് എ ലോക്കൽ വേരിയബിൾ ഓഫ് മെയിൻ ഫംഗ്ഷൻ. സോ മെയിൻ ഫംഗ്ഷൻ ക്യാൻ ആക്സസ് ഓൺലി ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ and the function sum can access only the variables which are declared inside the sum function. So regarding the sum function, x, y, z and t are the local variables of sum function, and according to main function n1 n2 n3 and s are the local variables of main function. And also main function has a local function sum, and this sum function can be called only from main function. ഇപ്പോൾ സപ്പോസ് ഒരു അഡീഷണൽ ഫംഗ്ഷൻ ഇതുപോലെ സം പോലെ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ നിന്നിട്ട് നമുക്ക് സമ്മിനെ കോൾ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സം ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ. ഈ സമ്മിനെ നമ്മൾ മെയിൻ്റെ പുറമെയാണ് ഡിക്ലെയർ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനിൽ നിന്ന് വേണമെങ്കിൽ വിളിക്കാം, വേറെ ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിലും ആ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഫംഗ്ഷനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ബേസിക് നോളേജ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്, ആൻഡ് ഇഫ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്സ് യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. ഡൗട്ട്സ് പറയാൻ മടിക്കരുത്. എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിലും മടിക്കരുത്. അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ മലയാളം വേണം, ആദ്യം നമ്മൾ പ്യുവർലി ഇംഗ്ലീഷ് ആയിരുന്നു ചെയ്തത്, അപ്പോൾ മലയാളം വേണമെങ്കിൽ മലയാളം വേണമെന്ന് പറയാറുണ്ട്. സോ ഇനിയും ആ ഒരു സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ലെറ്റ് us meet in the next video. Thank you once again.